തൃശൂർ കമ്മീഷൻ ഓഫീസിലേക്ക് BJPയുടെ മാർച്ച് തുടരുകയാണ്. ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ബി ഗോപാലകൃഷ്ണൻ തൃശൂരിലെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം അടക്കമുള്ള ആളുകളുണ്ട്. വലിയ ആവേശത്തോടെ പുരോഗമിക്കുകയാണ് BJPയുടെ മാർച്ച്. അജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജിത്ത്, എന്താണ്, എത്താറായോ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്? ആരൊക്കെയായിരിക്കും സംസാരിക്കുക? സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കും തങ്ങൾ എന്നാണല്ലോ ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞത് അജിത്തിനോട്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാഠം ഞങ്ങൾ പഠിപ്പിക്കും. ഈ തൃശ്ശൂരിനെ കണ്ണൂരാക്കാനുള്ള പരിശ്രമത്തിന്റെ പരിണിതഫലമായി ഇവിടെ നടത്തിയിട്ടുള്ള ഈ വൃത്തികേടിനെതിരെ അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും. ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് മൗനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്ന ആരോപണം. ശ്രീമാൻ സുരേഷ് ഗോപി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറയുമ്പോൾ പ്രതികരിക്കാനുള്ള ആളല്ല. അത് അദ്ദേഹം തീരുമാനിക്കും, പ്രസ്ഥാനം തീരുമാനിക്കും. ആ തീരുമാനിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകും. ഡയറക്റ്റായി അദ്ദേഹം മറുപടി പറയേണ്ട നിരവധിയായ വിഷയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ജാർഖണ്ഡിലെ വിഷയങ്ങൾ അടക്കം അദ്ദേഹത്തിനോട് സഭയുടെ പല ആളുകൾ തന്നെ അത്തരത്തിലുള്ള ചില നിരാശയൊക്കെ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിവാദങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെയാണ് കോൺഗ്രസും LDFും ഒക്കെ പ്രധാനമായി ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അതിലൊരു മറുപടി പറയേണ്ടതല്ലേ? ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവില്ലേ? എന്ത് മറുപടിയാണ് അദ്ദേഹം പറയേണ്ടത്? അദ്ദേഹം രാജ്യത്ത് പണിയെടുക്കുന്നുണ്ട്, രാജ്യത്തെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ 100-ൽ 100 മാർക്കും അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായി സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഹോം മിനിസ്റ്ററുമായി സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കന്യാസ്ത്രീ അമ്മമാരോടും അതുപോലെ തന്നെ ഉന്നതരായിട്ടുള്ള ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. മാധ്യമങ്ങൾ ഉൾപ്പെടെ വേട്ടയാടുകയല്ലേ ഈ ശബ്ദം കാരണം ഒന്നും കേൾക്കാം. ഒരു ഒറ്റ കാര്യം കൂടി, ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP ഉദ്ദേശിക്കുന്നത്? എന്താ ചോദിച്ചത്? ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ MP-യുടെ വിജയത്തെ കെട്ടി കാണിക്കാനും ഒരു വേട്ടയാടലല്ലോ. അല്ല, മാധ്യമങ്ങളല്ലല്ലോ ഞങ്ങൾ സംഘടനയെ വളർത്തിയിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളർത്തിയത് മാധ്യമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ചാൽ പ്രതികരണം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് BJPയുടെ ഭാഗത്തുനിന്ന് എല്ലാ നേതാക്കളും ഒരേപോലെ തന്നെ പ്രതികരണമാണ് നടത്തുന്നത്. സുരേഷ് ഗോപി മറുപടി പറയേണ്ട സാഹചര്യമില്ല. പാർട്ടിയാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. പാർട്ടി വിഷയത്തിൽ മറുപടി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിനിടയിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് പാർട്ടി സംവിധാനമുള്ളത്. പാർട്ടി ആ കാര്യത്തെ ആ നിലയ്ക്ക് തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകും. മാത്രമല്ല, ജാർഖണ്ഡ്